കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ ഈ പാഠം മുഴുവനായിരുന്നില്ല. അതിൻ്റെ ബാക്കി നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ഇവിടെ കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. കുറേ കള്ളികളിലാണ് അക്ഷരങ്ങളുള്ളത്. ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്? ബ ഉണ്ട്, ഹംസയുണ്ട്, റാ ഉണ്ട്, ത ഉണ്ട് അല്ലേ? ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് റാ എന്ന അക്ഷരമുള്ള കള്ളികളിലൊക്കെ മഞ്ഞ നിറം കൊടുക്കണം. റാ കാണുന്ന കള്ളികൾ മഞ്ഞ നിറം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക എന്താണ് ലഭിക്കുന്നത് എന്ന്. റാ ഉള്ള കള്ളികൾ കാണുന്നില്ലേ? അതിലൊക്കെ മഞ്ഞ നിറം നൽകുക. ഓക്കെ, ഇനി ഇവിടെ റാ വരയ്ക്കുക അല്ലേ. ഈ നടുവിലുള്ള കുത്തുകളിട്ട അവിടെ ആദ്യം വരയ്ക്കുക. മേലെ നിന്ന് താഴേക്ക് വരക്കണം. പിന്നെയോ അടുത്ത റായിന് നിറം കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ബ ഉണ്ട് അല്ലേ. ബ ഉണ്ട്, ത ഉണ്ട്, ഹംസയുണ്ട്, ത ബ ത അല്ലേ, കുറേ ഉണ്ട്. എല്ലാത്തിനും നിറം കൊടുക്കുക. ഇവിടെയോ ആപ്പിൾ ഉണ്ട്, ആപ്പിളിനും നിറം കൊടുക്കണം. പിന്നെ റുമ്മാനുണ്ട്, റുമ്മാനും നിറം കൊടുക്കണം. തുഫാഹുൻ ആപ്പിൾ അല്ലേ. തുഫാഹുൻ എന്ന് എഴുതിയ ആദ്യത്തെ തു എന്ന അക്ഷരത്തിന് നിറം കാണുന്നില്ല. അവിടെ നിങ്ങൾ ബ്ലാക്ക് നിറം, കറുത്ത നിറം കൊടുക്കുക. അതേപോലെ റുമ്മാനിൻ്റെ റായിനും നിറമില്ല, അവിടെയും ബ്ലാക്ക് നിറം കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ആട് എവിടെ എത്തി? സിംഹത്തിൻ്റെ കൂടെ വന്ന് ആട് വീട്ടിലെത്തി. ആടിൻ്റെ ഉപ്പയെ കണ്ടുല്ലേ. ഉപ്പയെ കണ്ടപ്പോൾ ആടിന് സന്തോഷമായി. അങ്ങനെ അബി അബി എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിൻകുട്ടി ഉപ്പയുടെ അടുക്കലേക്ക് ഓടുകയാണ്. അബി എന്നാൽ എന്താ? എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് ചാടിപ്പോവുകയാണ് അല്ലേ ഉപ്പയുടെ അടുക്കലേക്ക്. അപ്പോൾ ഉപ്പ എന്താ പറയുന്നത്? യാ ബുനയ്യ, മോനെ. യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ എന്താ? മോനെ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ ഉപ്പ ആട്ടിൻകുട്ടിയോട് ചോദിക്കുകയാണ്, മൻ ഹാദ, ഇതാരാണ്? എന്താ ചോദിക്കുന്നത്? മൻ ഹാദ, ഇതാരാണ്? അപ്പൊ ആട്ടിൻകുട്ടി പറയുകയാണ്, ഹാദ അസദ്, ഇത് അസദാണ്. ഹാദ എന്നാൽ ഇത്, മൻ ആര്. മൻ നമ്മൾ പഠിച്ചു അല്ലേ. മൻ ആര്, ഹാദ ഇത്. ഇതാരാണ് എന്ന് ചോദിക്കാൻ അറബിയിൽ എന്ത് ചോദിക്കും? മൻ ഹാദ. ഇംഗ്ലീഷിൽ ഹൂ ഈസ് ദിസ് എന്ന് ചോദിക്കും അല്ലേ. അതേപോലെ അറബിയിൽ ഇതാരാണ് എന്ന് ചോദിക്കാൻ മൻ ഹാദ എന്നാണ് ചോദിക്കേണ്ടത്. ആട്ടിൻകുട്ടിയോട് ചോദിക്കുകയാണ്, മൻ ഹാദ, ഇതാരാണ്? അപ്പോൾ ആട്ടിൻകുട്ടി പറയുന്നു, ഹാദ അസദ്, ഇത് അസദാണ് എന്ന് പറയുന്നു. അപ്പോൾ ഉപ്പയാട് അസദിനോട് പറയുകയാണ്, തആൽ, വരൂ 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 അല്ലേ, വീട്ടിലേക്ക് വരൂ. എൻ്റെ മോനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആളല്ലേ, അതുകൊണ്ട് വീട്ടിലേക്ക് വരൂ. അങ്ങനെ വീട്ടിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ ആരെ കണ്ടു? ഉമ്മയെ കണ്ടുല്ലേ. അപ്പോൾ നമ്മുടെ ആട്ടിൻകുട്ടി ഉമ്മി ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുക്കലേക്ക് ഓടുകയാണ് അല്ലേ. ഉമ്മി, എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മ അല്ലേ. ഉമ്മനെ കണ്ടപ്പോഴും സന്തോഷമായി. അപ്പോൾ ഉമ്മ എന്താ പറയുന്നത്? അൽഹംദുലില്ലാ അല്ലേ. എന്താ അൽഹംദുലില്ലാ? അള്ളാഹുവിന് സ്തുതി, എൻ്റെ മോനെ തിരിച്ചു കൊണ്ടുവന്നല്ലോ അല്ലേ, അതുകൊണ്ട് അൽഹംദുലില്ലാ. നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ലഭിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം, സന്തോഷമുണ്ടാകുമ്പോൾ. അങ്ങനെ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ കണ്ടുമുട്ടി സന്തോഷിച്ചു നമ്മുടെ ആട്ടിൻകുട്ടി. അങ്ങനെ ഇവിടെ എന്താണ് ആട്ടിൻകുട്ടിയോട് പറയുന്നത്? സ്വബാഹുൽ ഖൈർ എന്നാണ് പറയുന്നത്. എന്താണ് സ്വബാഹുൽ ഖൈർ? ഗുഡ് മോർണിംഗ്. സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് മോർണിംഗ്. സ്വബാഹുൽ ഖൈർ എന്ന് സിംഹം അമ്മയാടിനോട് പറയുകയാണ്. രാവിലെ തന്നെയാണ് ഇവർ എത്തിയത് അല്ലേ, അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ആട്ടിൻകുട്ടി എന്ത് പറയും? സ്വബാഹുൻ നൂർ, ഗുഡ് മോർണിംഗ്. ഒരാൾ ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് ആദ്യം സ്വബാഹുൽ ഖൈർ എന്ന് പറയും. അപ്പോൾ മറ്റേ ആൾ എന്ത് പറയണം? സ്വബാഹുൻ നൂർ എന്ന് പറയണം. ഇംഗ്ലീഷിൽ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് തന്നെയാണ് പറയുക അല്ലേ. ഒരാൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും. എന്നാൽ അറബിയിൽ ഒരാൾ സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ സ്വബാഹുൻ നൂർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, പിന്നെയോ അഹ്ലൻ അഹ്ലൻ, സിംഹത്തോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? അഹ്ലൻ അഹ്ലൻ, വെൽക്കം വെൽക്കം, സ്വാഗതം സ്വാഗതം, വീട്ടിലേക്ക് വരൂ എന്ന് പറയുകയാണ്. അങ്ങനെ സിംഹത്തിനെ വീട്ടിലേക്ക് കയറ്റി, വീട്ടിനുള്ളിലെത്തി. എന്നിട്ട് നമ്മുടെ ആട്ടിൻകുട്ടി സിംഹത്തിന് ഓരോരുത്തരെയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്.
ഈ ആട്ടിൻകുട്ടിയുടെ സഹോദരനാണ് ഈ മറ്റേ ആട് അല്ലേ. ഹാദ അഹി, എന്താണ് സിംഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്? ഹാദ അഹി, ഇതെന്റെ സഹോദരനാണ്. ഹാദ അഹി എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഹാദ ഇത് അല്ലേ. പിന്നെയോ ഇത് സഹോദരിയാണ്. അപ്പോഴെന്താ പറഞ്ഞു കൊടുത്തത്? ഹാദ ഹാദിഹിയാണേ. ഹാദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയാണ്. ഇതെന്റെ സഹോദരിയാണ്. എങ്ങനെയാ പറഞ്ഞത്? ഹാദിഹി ഉഖ്തി എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ. ഇതെന്റെ സഹോദരിയാണ്. ഇതെന്റെ സഹോദരനാണ് എന്നുള്ളതിന് എന്താ പറഞ്ഞത്? ഹാദ അഹി. സഹോദരിയോ? ഉഖ്ത്. ഹാദിഹി ഉഖ്തി. അപ്പോൾ അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ, ഉഖ്തുൻ എന്ന് പറഞ്ഞാൽ സഹോദരി. പിന്നെയോ ഇവര് സിംഹത്തിന്, അസദിന് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. എന്താണ് കൊടുക്കുന്നത്? ഹാദ ബബ്ബായ, ഇത് പപ്പായയാണ്. പപ്പായ ഇല്ലേ, കർമൂസ് അല്ലേ, പപ്പായ കൊടുത്തു. പിന്നെയോ ഹാദ അനാനാസ്, ഇത് അനാനാസ് ആണ്. എന്താ അനാനാസ്? അനാനാസ് കൈതച്ചക്ക, പൈനാപ്പിൾ അല്ലേ. പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ബബ്ബായ കർമൂസ് ഉണ്ട്, പപ്പായയുണ്ട്. അതൊക്കെ അസദിന് കൊടുത്തു. ഹാദ പപ്പായ, ഇത് പപ്പായാണ്. ഹാദ അനാനാസ്, ഇത് അനാനാസ് ആണ്. പിന്നെയോ ഈ ചെറിയ ആട് പറയുകയാണ് ഹാദ തമ്ര, ഇത് തമ്രാണ്. എന്താ തമ്ര? ഈത്തപ്പഴം അല്ലേ. ഹാദ തമ്ര, ഇത് ഈത്തപ്പഴമാണ്. അങ്ങനെ ഇത് എന്നുള്ളതിന് ഹാദ, നമ്മളെല്ലാത്തിനും ഇത് എന്ന് പറയുന്ന ഹാദ പറഞ്ഞാൽ മതി. ഇത് ബുക്കാണ് എന്നെങ്ങനെ പറയും? ഹാദ കിതാബ്, ബുക്കിന് കിതാബ് എന്ന് പറയും അല്ലേ. ഇത് ബുക്കാണ്. ഇത് വീടാണ് എന്നെങ്ങനെ പറയും? ഹാദ ബൈത്ത്, ഇത് വീടാണ്. ഓക്കെ, അങ്ങനെ ഹാദ പറഞ്ഞുകൊണ്ട് പറയാം. ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്നത് തമ്രാണ്. തമ്ര ഈത്തപ്പഴം അല്ലേ. തമ്രൻ ഈത്തപ്പഴം. അതിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? ത. താൻ്റെ മേലെ ഫത്ഹ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ത എന്നാണ് വായിക്കുക. രണ്ടാമത്തതോ ബബായ, അവിടെ ബാഇൻ്റെ മേലെ ഫത്ഹ്, അപ്പോൾ ബ. മൂന്നാമത്തതോ അനാനാസ്, പൈനാപ്പിൾ, അവിടെ ഹംസയാണ് അല്ലേ. ഹംസയുടെ മേലെ ഫത്ഹ്, അപ്പോൾ അ. ത ബ അ, മൂന്നക്ഷരങ്ങളും എഴുതി പഠിക്കണം. അങ്ങനെ സിംഹം ഭക്ഷണമൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു, കാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എല്ലാവരോടും മഅസ്സലാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്താ മഅസ്സലാമ? ബൈ അല്ലേ, ഗുഡ് ബൈ എന്ന് പറയൂലേ. നമ്മൾ പോകുമ്പോൾ ഗുഡ് ബൈ പറയും, ബൈ പറയും അല്ലേ. അങ്ങനെ ബൈ 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 പറഞ്ഞുകൊണ്ട് അസദ് പോവുകയാണ്. ബൈ എന്നുള്ളതിന് എന്താ പറയുക? മഅസ്സലാമ എന്ന് പറയും. ഇലല്ലിഖാ, മഅസ്സലാമ എന്ന് പറഞ്ഞപ്പോൾ ആടെന്ത് പറഞ്ഞു? ഇലല്ലിഖാ, സി യു, പിന്നെ കാണാം അല്ലേ. സി യു എന്നതിനാണ് ഇലല്ലിഖാ എന്ന് പറയും. ഇലല്ലിഖാ, സി യു എന്ന് പറഞ്ഞുകൊണ്ട് അവര് സിംഹത്തെ യാത്രയാക്കി. അങ്ങനെ സിംഹം കാട്ടിലേക്ക് മടങ്ങിപ്പോയി. നസ്ലു ബിമാ യുനാസിബ്, അനുയോജ്യമായവ ചേർക്കണം. ആ എന്നുണ്ടല്ലേ ഇവിടെ. ആ എന്നത് എങ്ങോട്ടൊക്കെ വരച്ചിരിക്കുന്നത്? അബുൻ എന്നതിലേക്കാണ് വരച്ചിരിക്കുന്നത്. പിന്നെയോ ഇവിടെ അടുത്ത കള്ളിയിൽ ഉ എന്നാണുള്ളത് അല്ലേ. താഴെയുള്ള റോസ് വട്ടത്തിൽ ഉ എന്നാണുള്ളത്, മേലെയുള്ള വട്ടത്തിൽ ആ എന്നാണുള്ളത്. ആ എന്നത് അബുൻ എന്നതിലേക്ക് വരച്ചിരിക്കുന്നു. അതേപോലെ ഉ എന്നത് എങ്ങോട്ടേക്ക് വരക്കണം? ഉമ്മുൻ എന്നതിലേക്ക് വരക്കണം. പിന്നെയോ ഉഖ്തുൻ എന്നതിലേക്കും വരക്കണം അല്ലേ. ഉമ്മുൻ എന്നതിലേക്കും ഉഖ്തുൻ എന്നതിലേക്കും ഊ വരക്കണം. പിന്നെ ആ എന്നതോ അഹുൻ എന്നതിലേക്കും വരക്കണം. ഇവിടെ ആരാണ് അബ്, ആരാണ് ഉമ്മു, ആരാണ് അഹ്, ആരാണ് ഉഖ്ത്? ഉപ്പയില്ലേ, ഇവിടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട് അല്ലേ. അതിൽ ഉപ്പയാണ് അബ്. ഉമ്മ ആരാണ്? ഉമ്മുൻ. സഹോദരൻ ആരാ? അഹുൻ. സഹോദരി ആരാ? ഉഖ്തുൻ. അപ്പോൾ അബുൻ ഉപ്പ, ഉമ്മുൻ ഉമ്മ, അഹുൻ സഹോദരൻ, ഉഖ്തുൻ സഹോദരി. അത് ഓരോന്നും വരച്ച് ചേർക്കണം. ഉമ്മുൻ എന്നത്
ഉമ്മുൻ എന്നതിൽ നിന്നും ഉമ്മയിലേക്ക് വരക്കണം. അബുൻ എന്നതിൽ നിന്നും ഉപ്പയിലേക്ക് വരക്കണം. അഹുൻ എന്നതിൽ നിന്നും സഹോദരനിലേക്ക് വരക്കണം. ഉഖ്തുൻ എന്നതിൽ നിന്നും സഹോദരിയിലേക്ക് അവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ ആ എന്നതിൽ നിന്നും അബുൻ എന്നതിലേക്ക് വരച്ചിട്ടുണ്ട്. അതേപോലെ ആ എന്നതിൽ നിന്നും അഹുൻ എന്നതിലേക്ക് നമ്മൾ വരക്കണം. പിന്നെയോ ഉ എന്നതിൽ നിന്നും ഉമ്മുൻ എന്നതിലേക്ക് വരക്കണം. അതേപോലെ ഉഖ്തുൻ എന്നതിലേക്കും വരക്കണം. ഓക്കെ, ഇനി അടുത്ത പാഠം, അടുത്ത പേജിൽ ഒരു പാട്ട് കൂടെ ഉണ്ട്. ഈ പാട്ട് കൂടെ നമുക്ക് പാടി നോക്കാം. ബൈത്തുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന വാലന വാലിദുൻ ഖായിദുൻ അഹ്ലന ഉമ്മുന ഐനുന തഹഫദു ശഅനന വബിഹി ഇഖ്വത്തുൻ ഖുവ്വത്തു ദാരിന ഉഖ്തുന നയ്യറ മൻവറു ബൈത്തിന ബൈത്തുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന. ഇത് പാടി പഠിക്കുക. പാടി നോക്കിയാൽ മതി, കാണാതെ പഠിക്കണമെന്നില്ല, പാടി നോക്കുക. ഓക്കെ, ഇതോടെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് പഠിക്കാം.